നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന സെനറ്റ് തീരുമാനം രേഖാമൂലം അറിയിച്ച പ്രോ ചാൻസലറുടെ നടപടി ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിക്കില്ല. വീണ്ടും സെനറ്റ് യോഗം വിളിക്കാൻ ഗവർണർ നിർദ്ദേശിച്ചേക്കും. ഈ യോഗത്തിൽ ഗവർണർ നേരിട്ട് പങ്കെടുക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ നിയമവശങ്ങൾ ഗവർണർ പരിശോധിക്കുന്നുമുണ്ട്. സെനറ്റ് യോഗത്തിൽ ഗവർണർ നേരിട്ട് പങ്കെടുക്കുന്നത് കീഴ്വഴക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചാണ് യോഗത്തിൽ എത്തിയത്. ഈ സാഹചര്യത്തിലാണ് ചാൻസലറും സെനറ്റിൽ പങ്കെടുക്കുന്നത് ആലോചിക്കുന്നത്. പ്രോ ചാൻസലർ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ തീരുമാനത്തിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ രാവിലെ ഒപ്പിട്ടിരുന്നു. യോഗ തീരുമാനം സർവകലാശാല നിയോഗിച്ച ഉദ്യോഗസ്ഥർ ഉച്ചയോടെ രാജ്ഭവനിൽ എത്തിച്ചു. ഇമെയിലായും യോഗ തീരുമാനം ചാൻസലറിന്റെ അറിയിച്ചിട്ടുമുണ്ട്. ചാൻസലറായ ഗവർണറാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പ്രോ വൈസ് ചാൻസലറുടെ നീക്കങ്ങളൊന്നും VC-യുടെ ചുമതലയിലുള്ള താൽക്കാലിക വൈസ് ചാൻസലർ അറിഞ്ഞതേയില്ല. ഈ സാഹചര്യത്തിൽ ഗവർണർ നിയോഗിച്ച നോമിനികൾ രാജ്ഭവനെ പരാതി അറിയിക്കും. ഈ സാഹചര്യത്തിൽ വീണ്ടും യോഗം വിളിക്കാൻ ആവശ്യപ്പെടും. സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനായി വെള്ളിയാഴ്ച ചേർന്ന സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും VC-യുടെ ചുമതലയുള്ള മോഹനൻ കുന്നുമല്ലും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിയെ ഗവർണറും വിമർശിച്ചിരുന്നു. സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റാനായി നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ആയതിനാൽ തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ പേര് നിർദ്ദേശിക്കേണ്ടതില്ല എന്നാണ് CPM-ന്റെ നിലപാട്. ഈ നിലപാട് വ്യക്തമാക്കാൻ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സെനറ്റ് യോഗത്തിൽ എത്തിയത്. മന്ത്രി എത്തുമെന്ന് അറിഞ്ഞ വൈസ് ചാൻസലർ മന്ത്രിയെ സ്വീകരിക്കാൻ ഓഫീസിൽ കാത്തിരുന്നു. എന്നാൽ തന്ത്രപരമായി യോഗ ഹാളിലേക്ക് നേരിട്ടെത്തിയ മന്ത്രി അധ്യക്ഷ കസേര സ്വന്തമാക്കുകയായിരുന്നു. യോഗം വിളിച്ചത് VC-യും. അതുകൊണ്ട് തന്നെ അധ്യക്ഷനാകേണ്ടത് VC-യുമായിരുന്നു. ഇതിനിടയിലാണ് മന്ത്രി നിർണായക ഇടപെടൽ നടത്തിയത്. ചാൻസലറുടെ അഭാവത്തിൽ പ്രോ വൈസ് ചാൻസലർ അധികാരം പ്രയോഗിച്ചുവെന്നാണ് മന്ത്രി ബിന്ദു വിശദീകരിച്ചത്. അങ്ങനെ വന്നാൽ ഗവർണർക്കും യോഗത്തിലെത്താം. ചാൻസലർ എന്ന നിലയിൽ സെനറ്റിൽ അധ്യക്ഷനുമാകാമെന്ന വിലയിരുത്തലുണ്ട്. ഇതിനാൽ രാജ്ഭവൻ നിയമോപദേശം തേടിയിരുന്നു. ഇത് കിട്ടിയാൽ മന്ത്രി നൽകിയ ശുപാർശ തള്ളും. വീണ്ടും യോഗം ചേരാനും നിർദ്ദേശിക്കും. സെർച്ച് കമ്മിറ്റിയിൽ പ്രതിനിധിയെ നിശ്ചയിക്കേണ്ട എന്ന മന്ത്രി പ്രമേയം അവതരിപ്പിക്കാൻ തുടങ്ങിയതോടെ സെനറ്റിൽ തർക്കമായി. പ്രമേയം പാസായെന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ചർച്ച കൂടാതെ പ്രമേയം പാസാക്കുന്നത് എങ്ങനെ എന്ന പ്രതിപക്ഷാംഗങ്ങൾ ചോദിച്ചു. പ്രമേയം പാസാക്കിയിട്ടില്ല എന്ന് വൈസ് ചാൻസലറും വ്യക്തമാക്കിയതോടെ മന്ത്രിയും VC-യും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. യോഗം വിളിച്ചത് താനായതിനാൽ അധ്യക്ഷൻ താനാണെന്ന് VC പറയുകയും ചെയ്തു. മന്ത്രി അധ്യക്ഷത വഹിച്ചതും അജണ്ട വായിച്ചതും ശരിയല്ല എന്നും VC വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ബഹളത്തിനിടെ സെനറ്റ് യോഗം പിരിയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിക്ക് ഒരു മര്യാദയുമില്ല എന്ന് ഗവർണറും കുറ്റപ്പെടുത്തിയത്. എന്തായാലും രാജ്ഭവന്റെ ഇനിയുള്ള നീക്കം നിർണായകമാണ്. മന്ത്രിക്ക് ഒരു എട്ടിന്റെ പണി രാജ്ഭവൻ ഒരുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.